ഹായ് ഫ്രണ്ട്സ്. ഇപ്പോഴാണ് എന്റെ ഭർത്താവ് ഫോറിനിലേക്ക് പോയത്. അങ്ങനെ സെൻഡ് ഓഫ് ചെയ്തിട്ട് ഇപ്പോഴാ വന്നേ. എന്താന്നറിയില്ല, എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ. അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വരാൻ മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അങ്ങേര് എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് പോയിട്ടേ ഇല്ല. എനിക്കെന്തോ എന്റെ മനസ്സിനൊരു ഭാരം പോലെയൊക്കെ തോന്നുകയാണ് ഫ്രണ്ട്സ്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മയോ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ നിങ്ങളുടെ വൈഫിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ആരെയെങ്കിലും ഒറ്റയ്ക്കാക്കിയിട്ട് ഫോറിനിലേക്ക് പോയി എന്നെപ്പോലെ ഇങ്ങനെ തനിച്ചിരുന്ന് വിഷമിക്കുകയാണെങ്കിൽ താഴെ കമന്റില് യെസ് എന്ന് കമന്റ് ചെയ്യണേ. വീണ്ടും കാണാം. ബൈ. ഡാ, ആരാ നീ? അവിടെ എന്തേ തൊണ്ടിരിക്കുക? എടീ, എന്നെ കണ്ട മനസ്സിലാവുന്നില്ലേ? ഞാൻ നിന്റെ ഭർത്താവാണ്. ആ, താൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എടീ, പേടിക്കല്ലേ, ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ വന്ന കള്ളനാ. എന്ത്? ഒച്ച വെക്കാതിരുന്ന ഞാൻ ഇവിടുത്തെ കാശും സ്വർണ്ണ കൊടുത്തിട്ട് വിട്ടോളും. വെറുതെ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഏട്ടാ, ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ഇവിടെ കള്ളൻ കേറി. ഒന്ന് വേഗം വരുന്നുണ്ടോ? അതെ, നീ ഇപ്പൊ ആരെയാ വിളിച്ചേ? എന്റെ ഭർത്താവിനെ. നിന്റെ ഭർത്താവിനെയാ? അതെ, തൊട്ടടുത്ത റൂമിൽ തന്നെ ഉണ്ടല്ലോ, നീ കണ്ടില്ലേ? നിന്റെ ഭർത്താവേ ബിസിനസ് കാര്യമായിട്ട് ഫോറിനിലേക്ക് പോയിരിക്കല്ലേ? അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നീ രാവിലെ നിന്റെ ഭർത്താവ് ഫോറിൻ പോയിരിക്കുകയാണെന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തില്ലേ? ഞാൻ നിന്റെ ഫോളോവറാണ്, നിന്റെ സബ്സ്ക്രൈബറും. നിന്റെ വീട്ടില് നിന്റെ ഭർത്താവ് ഇല്ലെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ധൈര്യമായിട്ട് മോഷ്ടിക്കാൻ വന്നിരിക്കുന്നത്. നിന്റെ കഴുത്തിലെ സ്വർണ്ണങ്ങളൊക്കെ മര്യാദയ്ക്ക് അഴിച്ചു താടി, അല്ലെങ്കിലുണ്ടല്ലോ എന്നെ ഒന്നും ചെയ്യല്ലേ. ടൈം വേസ്റ്റ് അല്ലേ, വേഗം അഴിച്ചതാ. ശരി. പെട്ടെന്ന്. എല്ലാ സ്വർണ്ണം അഴിക്കടി. പത്ത് പവൻ ഉണ്ടാവുമല്ലോ. ഞാൻ ഇവിടുന്ന് പോകുന്നവരെ മിണ്ടാതിരുന്നോളണം. ഒച്ച വെച്ചാലേ നിന്റെ വീഡിയോ ശരിക്കും വർക്കൗട്ടായി. മിണ്ടിപ്പോയത് ശബ്ദം വന്നാലേ കൊന്നു കളഞ്ഞേക്കും. അയ്യോ, ഞാൻ എന്റെ ഭർത്താവ് ഫോറിനിലേക്ക് പോയ വിഷമത്തിൽ ഒരു വീഡിയോ ഇട്ടതാ. ഇവൻ എന്റെ ഫോളോവർ ആണെന്ന് പറഞ്ഞ് എന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ഇപ്പൊ കള്ളന്മാര് വരെ ഫോളോവർ ആയിരിക്കുക. എന്റെ ഒരു ഗതികേട്.